ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് ഒരു പൊരി ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പൊരി കൊണ്ട് ഒരു ഉപ്മാവ് തയ്യാറാക്കാം എന്നാണ് ഞാനിന്ന് പറയാനായിട്ട് പോണത്. അപ്പോൾ വളരെ എളുപ്പമാണ്, നിങ്ങൾ ആരും ഇത് മിസ്സാക്കരുത്. പൊരി ഇഷ്ടമില്ലെങ്കിൽ കൂടി ഇതുപോലൊരു ഉപ്മാവ് ഉണ്ടാക്കി കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. പൊരി ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ലിറ്റർ പൊരിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പൊരി പകുതി ഭാഗം അതിലേക്ക് ഇടുക. അതിനുശേഷം നന്നായി കഴുകി പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതുപോലെ ബാക്കിയുള്ള പൊരി മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം. പൊരി പാത്രത്തിലേക്ക് ഇട്ട് കഴുകിയെടുത്ത് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ പൊരി ഉപ്മാവിനായിട്ടുള്ള പൊരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയായിട്ട് കിട്ടും. പിന്നെ പൊരി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനും കൂടിയിട്ടാണ് ഇതുപോലെ ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയ ശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉപ്മാവ് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്, അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായി പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 3 സവാള ചെറുതായി നുറുക്കിയെടുത്തതും 4 പച്ചമുളക് ചെറുതായി നുറുക്കിയതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കി നുറുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊരിയിൽ നന്നായിട്ട് ഉപ്പുള്ള കാരണം ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഈ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചെറുതായി നുറുക്കിയെടുത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിത് നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇനി കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. നമ്മൾ പൊരി ചേർക്കണേക്കാൾ മുമ്പ് വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന പൊരിയാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊരി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പൊരി ചേർക്കണ സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഒന്ന് മീഡിയമിലോ ലോയിലോ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കരുത്. കാരണം ഈ പൊരി നമ്മുടെ പാത്രത്തിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലോ അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ നേരം മിക്സാക്കി എടുത്താൽ മതി. നന്നായി മിക്സാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത് മുകളിലൊന്ന് വിതറി കൊടുക്കാം. മല്ലിയില ഇതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ നൽകുക. അത് കാരണം മല്ലിയില എന്തായാലും ഇട്ടോളൂ. കാരണം നല്ലൊരു ഫ്ലേവറാണ് ഈ മല്ലിയില ലാസ്റ്റ് ചേർക്കുമ്പോൾ ഉണ്ടാവുക. ഇപ്പം മല്ലിയില എൻ്റെ കുറച്ചേ ഉള്ളൂ, അത് കാരണം ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് കൂടുതൽ മല്ലിയില തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതുപോലെ അടിപൊളി ടേസ്റ്റുള്ള പൊരി ഉപ്മാവ് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വിഭവവുമായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.